ദിലീപ് കുമാർ, ഈ ചില പ്രേക്ഷകരൊക്കെ കുറിക്കുന്ന കമന്റ് കൂടി ഞാൻ ഈ അവസരത്തിൽ നോക്കിയായിരുന്നു. അപ്പോൾ അവർ ചിലരൊക്കെ അസിത പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറയുമ്പോൾ മറ്റു ചില ആൾക്കാർ പറയുന്നു ഈ രണ്ട് പ്രയോഗത്തിനും സാമ്യമില്ല. അത് ഇത്തിരി സ്പിരിറ്റും തീവ്രതയും കൂടുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തിനാണ് എന്ന് പറയുന്ന പ്രേക്ഷകരുണ്ട്. ദിലീപ് കുമാർ, ഞാനും നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഈ പ്രയോഗം വന്നപ്പോൾ ഞാനും ആലോചിച്ചിരുന്നത് അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞതിനെ കുറിച്ചാണ്. 2011 ആ തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ചായിരുന്നു. അന്ന് ഇത് രാഹുൽ ഗാന്ധി VSന്റെ പ്രായം വെച്ചിട്ടാണ് അന്ന് ആ വിമർശനം ഉന്നയിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു 83-കാരനായിരിക്കും ഇനി കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പോവുക എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസവും വിമർശനവും. അതിന് VS വളരെ 93-കാരൻ അതിന് VS വളരെ മനോഹരമായ മറുപടിയായിരുന്നു നൽകിയിരുന്നത്. മാത്രമല്ല അത് കേരളം മുഴുവൻ പലരും രാഷ്ട്രീയ അതീതമായി തന്നെ ആ VS അന്ന് ചൊല്ലിയ ആ കവിതാശകലം TS തിരുമുമ്പിൻ്റെ അത് കട്ട് ചെയ്ത് അവർ ഉപയോഗിച്ചിരുന്നു. കാരണം അത്ര ശക്തമായ വാക്കുകളിലൂടെയുള്ള വിമർശനമായിരുന്നു. ഇതേ തരത്തിൽ സാധാരണ VSനെ സംബന്ധിച്ച് നേരത്തെയുള്ള VSന്റെ പല പ്രസംഗങ്ങളുമൊക്കെ വിവാദമായിട്ടുള്ളത് നമുക്കറിയാം. അമ്പലപ്പുഴയിൽ മുമ്പൊരിക്കൽ ഈ മത്സരരംഗത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി റോസാപ്പൂവാണ്, മറുവശത്തെ സ്ഥാനാർത്ഥി അത് ഞാൻ ആ പരാമർശം പറയുന്നില്ല. VS അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കുകൾ. ഏതായാലും അത്തരം വാക്കുകളൊക്കെ VS പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അന്ന് VS രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ ആ TS തിരുമുമ്പിൻ്റെ കവിത ചൊല്ലിക്കൊണ്ട് തല നരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭത്വത്തിന് മുന്നിലായി തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം എന്നായിരുന്നു അന്ന് VS ചൊല്ലിയത് ആ TS തിരുമുമ്പിൻ്റെ കവിത. അതുപോലൊരു ശക്തമായ മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകേണ്ടിയിരുന്നത്. മാത്രമല്ല അസിത പറഞ്ഞതിൽ പോലെ രണ്ടും ഏതാണ്ട് സമീകരിക്കുന്ന വിധമല്ല, രണ്ട് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ രേവന്ത് റെഡ്ഡി ഒരു പൊതുയോഗത്തിൽ പറഞ്ഞത് അസിത പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കാം. അത് ഒരു പൊതുയോഗത്തിൽ അവിടുത്തെ ആളുകളെ കയ്യിലെടുക്കുന്നതിനുള്ള ഒരു ശൈലി എന്നുള്ള നിലയിൽ ഇത്തരം ചില സിനിമാ ഡയലോഗുകളൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിക്കാറുണ്ട്. അത് ആ പൊതുയോഗത്തിൽ ഉപയോഗിക്കുന്നത് കൊള്ളാം. പക്ഷേ ഒരു ഔദ്യോഗിക കത്തിൽ, കേരള മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും ഇതേ വരികൾ കുറിക്കുക എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കേരള മുഖ്യമന്ത്രി നൽകിയ മറുപടി അതിനേക്കാൾ അതൊരു അസഭ്യത്തിൻ്റെ ചുവയുള്ള മറുപടിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ആയിരുന്നില്ല കേരള മുഖ്യമന്ത്രിയും ആ മറുപടി നൽകേണ്ടിയിരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇതിപ്പോൾ ന്യായാന്യായങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണല്ലോ. മാത്രമല്ല ഇതിൽ ഏറ്റവും ഒരു കൗതുകകരമായ കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വളരെ മോശം പ്രയോഗം, വളരെ അസഭ്യ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു ചില കാര്യങ്ങൾ. അത് അസഭ്യമാണ്, ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് സൈബർ ഇടങ്ങളിൽ എഴുതിയവർ അടുത്ത ദിവസമായപ്പോഴത്തേക്ക് നേരെ മാറുകയാണ്. പിണറായിയുടെ ഡയലോഗ് എന്ന് ഡൊണാൾഡ് ട്രംപിന് അങ്ങനെ പറയാമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന തരത്തിലൊരു ന്യായീകരണം നടത്തുന്നതിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഏതായാലും ഒട്ടും ശരിയായ ഭാഷയായിരുന്നില്ല. നേരത്തെ നമ്മൾ MM മണിയുടെ തന്നെ പല വാക്കുകളും വിവാദമായപ്പോൾ അത് തിരുത്തിച്ചിട്ടുള്ള പാരമ്പര്യമാണ് കേരളീയർക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ പല പ്രയോഗങ്ങളും പൊമ്പുള ഒരുമൈ സമരകാലത്ത് മറ്റേ പണി എന്നുള്ള തരത്തിൽ നടത്തിയ പ്രയോഗം, അങ്ങനെ പല പ്രയോഗങ്ങളും വിവാദമായത് നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അതിനൊക്കെ തിരുത്തിയിട്ടുള്ള കേരളമാണ്. ഏതായാലും അത് രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് സ്വയം ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. ഒരു ചെറിയ ഇടവേള പോകാനുണ്ട്. ആദ്യം ഈ പറയുന്ന യോഗത്തിൽ, നിയമത്തിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യം പറയുന്നു രേവന്ത് റെഡ്ഡി. അതിൽ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് എക്സാൻഡിൽ മുഖ്യമന്ത്രി അക്കമിട്ട് മറുപടി പറയുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ഈ പറയുന്ന ഒഫീഷ്യൽ കത്തിൽ കൊടുക്കുന്നത്. 7 പേജുള്ള ലെറ്ററാണ്. അതിൽ ഈ പറയുന്ന ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള സംവാദങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാനത് ആദ്യം പറഞ്ഞത് ദിവസങ്ങളിൽ വളരെ ഗംഭീരമായ സംവാദം ഇരു മുഖ്യമന്ത്രിമാർ തമ്മിൽ നടക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾ മറുപടിയൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു വളരെ മാന്യമായ രീതിയിൽ. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ ക്ലൈമാക്സിന്റെ അതിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ഈ പോമോനെ വിജയനും രാഷ്ട്രീയമായി പോയി. അതാണ് സ്വന്തം നിലയ്ക്ക് പറഞ്ഞതാണോ അത് പറയിപ്പിച്ചതാണോ എന്നുള്ളതാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു പറയിപ്പിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി പറയിപ്പിക്കാനൊന്നും അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.